പ്രജിത, നമ്മുടെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് അയൺ ഡോം എന്ന് പറഞ്ഞിട്ടൊരു സംവിധാനമായോ? അയൺ ഡോം എന്ന് പറയുന്നത് ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനമാണ്. സംവിധാനത്തിൽ പെടുന്നതാണ്. സംവിധാനമാണ്, പെടുന്നതല്ല, അത് അവരുടേതാണത്. അയൺ ഡോം ഒന്ന് പിൻവാങ്ങിയ സമയത്ത് അതിനെ പോലും കവച്ചു വെച്ചുകൊണ്ടാണ് ഹമാസുകൾ അവിടെ കയറി ആ ഒരു വിഷയം ഉണ്ടാക്കിയത്. അതെ, ചൊറിയുന്നത് അപ്പോഴാണ്. അപ്പോ നമുക്ക് ഇതുണ്ടോ എന്നുള്ളത് ഇപ്പോൾ ചോദ്യചിഹ്നമായി ഉയർന്നിട്ടുണ്ട് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ. കാരണം ഈ കഴിഞ്ഞ മെയ് 9-10 രാത്രികളിലൊക്കെ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഭീകരമായിട്ടുള്ള ആക്രമണമാണ്. ഡ്രോണുകളൊക്കെ ഒരുപാട് യാത്രാ വിമാനങ്ങൾക്കൊപ്പം കടത്തി. അതെ അതെ, അങ്ങനെ നടന്നത്. അപ്പോ അതിനെല്ലാം നമ്മൾ ഒരു വിധത്തിൽ തടഞ്ഞു നിർത്തിയത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള ബ്രഹ്മോസ് ഒക്കെ ഉപയോഗിച്ച് തിരിച്ചടി കൊടുത്തെങ്കിലും അതിനെ തടഞ്ഞു നിർത്തി എന്ന് പറയുന്നത് നമ്മുടെ അദൃശ്യ സംവിധാനം തന്നെയാണ്. അതിന്റെ പേര് ആകാശ് തീർ എന്നാണ്. സാറ്റലൈറ്റ് ആണ്. ആകാശ് തീർ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിനെല്ലാം ഈ ആക്രമണങ്ങളെ എല്ലാം തടഞ്ഞു നിർത്തിയത്. ആകാശ് തീർ എല്ലാത്തിനെയും തന്നെ നമ്മുടെ ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും തദ്ദേശീയവും ഓട്ടോമേറ്റഡുമായിട്ടുള്ള വ്യോമ പ്രതിരോധ നിയന്ത്രണ റിപ്പോർട്ടിംഗ് സംവിധാനമാണ്. ഇത് തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഒരു സംവിധാനമാണ്, വ്യോമ പ്രതിരോധ സംവിധാനമാണ് എന്ന് പറയുന്നത്. അതെ, ബ്രഹ്മോസ് പോലെ തന്നെ. ഇതിന്റെ എന്താണ് ഇനി ആകാശ് തീർ എന്നുള്ളതുണ്ട്. അതായത് ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ, അതായത് DRDO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് എന്നിവ സംയുക്തമായിട്ടാണ് ഈ ആകാശ് തീർ എന്ന് പറയുന്ന പ്രതിരോധ സംവിധാനം വികസിപ്പിച്ച് എടുത്തിട്ടുള്ളത്. അപ്പൊ ശത്രു രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമ ഭീഷണികളെയൊക്കെ തത്സമയം നിരീക്ഷിക്കുക, കണ്ടെത്തുക, ട്രാക്ക് ചെയ്യുക, നശിപ്പിക്കുക. ഇതാണ് അതിന്റെ ഒരു ആകെത്തുക. അപ്പോൾ പൂർണ്ണമായിട്ടും ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധിഷ്ഠിതമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമാണ്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ ഇന്ത്യയുടെ അയൺ ഡോം എന്ന വിശേഷണത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് ഈ പറയുന്ന സംവിധാനത്തിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒന്ന് സെൻസറുകളുടെ ഏകീകരണമാണ്. ഏകീകൃതമായിട്ടുള്ള വ്യോമാതിർത്തി ചിത്രം നൽകുന്നതിന് വേണ്ടിയിട്ട് റഡാറുകളും ആശയവിനിമയ സംവിധാനങ്ങളും ഉൾപ്പെടെ വിവിധ നിരീക്ഷണോപാധികളിൽ നിന്നൊക്കെയായിട്ട് വിവരങ്ങൾ ആകാശത്തിൽ ഏകീകരിക്കും. ഈ ഏകീകരണം എന്ന് പറയുന്നത് തത്സമയ ഭീഷണി വിലയിരുത്തലും ഇവയെ ഏകോപിപ്പിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യുക, പ്രതികരണ തന്ത്രങ്ങളൊക്കെ നടപ്പാക്കുക എന്നുള്ളതാണ്. മറ്റൊന്ന് AI സംവിധാനമാണ്. ഇതുപയോഗിച്ചിട്ടാണ് ഈ ശത്രുക്കളെയൊക്കെ കണ്ടെത്തുകയും ഒക്കെ ചെയ്യുന്നത്. മറ്റൊന്ന് ദേശീയ സംവിധാനങ്ങളുമായിട്ടുള്ള സംയോജനമാണ്. അതായത് ആകാശ് തീർ ISROയുടെ ഉപഗ്രഹങ്ങളുമായിട്ടും നാവിക് GPS സംവിധാനവുമായിട്ടൊക്കെ യോജിച്ച് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒപ്പം ഒന്നിലധികം പ്ലാറ്റ്ഫോമുകളിൽ നിന്നുള്ള ഡാറ്റ സംയോജിപ്പിച്ച് സമഗ്രമായിട്ടുള്ള വ്യോമ ഭീഷണി രേഖയാണ് തയ്യാറാക്കുന്നത്. ഈ സംയോജനം കൊണ്ട് വേഗത്തിൽ ഭീഷണി തിരിച്ചറിയാനും അവയെ നേരിടാനും ഒക്കെ നമ്മളെ പ്രാപ്തമാക്കുന്നുണ്ട്. ഇത് ഇന്ത്യയുടെ ന്യൂജൻ താരമാണ്. അതെ, പൂർണ്ണമായിട്ടും ന്യൂജൻ താരമാണ്. ഇതെല്ലാം ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് പാകിസ്ഥാൻ ഒരു പിടിയില്ല. അല്ല, അറിയുന്നത് ഈ ഒരു വിഷയം വന്നപ്പോഴാണ്. ഇവന്റെ കയ്യിൽ ഇത്രയും വലിയ സംവിധാനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നമ്മ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നത്. അതെ, കടം വാങ്ങിയ ആയുധങ്ങൾ ഉപയോഗിച്ച തുർക്കിയിൽ നിന്നും ചൈനയിൽ നിന്നും കടം വാങ്ങിയ നനഞ്ഞ പടക്കം എന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അതൊക്കെ ഉണ്ടായത്. അതെ അതെ, ഒട്ടും എന്താ പറയാ, അവര് ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഇന്ത്യ ചിലതൊക്കെ പരീക്ഷിക്കുമ്പോൾ അതവിടെ പരീക്ഷ നമ്മുടെ കയ്യിൽ നമ്മുടെ കയ്യിൽ ചൈനയുടെ സംവിധാനമാണല്ലോ, അത് പൊളിക്കും മച്ചാനെ എന്നായിരിക്കും പറയുന്നത്. പക്ഷെ പൊളിച്ചടക്കി എല്ലാം ഒക്കെ ഉണ്ടെന്നാണ്. അപ്പൊ എന്തായാലും ഇത് ആധുനിക യുദ്ധരംഗത്തേക്കുള്ള ഈ പറയുന്ന ആകാശത്തിന്റെ ഒരു കടന്നുവരവ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ സൈനിക സംവിധാനത്തിൽ ഉള്ള ഒരു മുതൽക്കൂട്ട് കൂടിയാണ്. ന്യൂജൻ സംവിധാനം തന്നെയാണ്, ഏറ്റവും ന്യൂജൻ ആണ്. അതെ അതെ, അങ്ങനെ നോക്കുമ്പോൾ പിള്ളേരുടെ പോലെ ഏറ്റവും ന്യൂജൻ ആയിട്ടുള്ള സംവിധാനമാണ്.
നമ്മുടെ യുദ്ധ സംവിധാനത്തിൽ ന്യൂജൻ നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്തത്. അതെ, ഇപ്പോ ആണെങ്കിൽ സൈബർ യുദ്ധവും ഡ്രോൺ അതിക്രമങ്ങളും മിസൈൽ ആക്രമണങ്ങളും ഒക്കെ അതൊക്കെ നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് മിസൈലുകളെക്കാൾ ഡ്രോണുകളാണ് പാകിസ്ഥാൻ ഉപയോഗിച്ചത്. എല്ലാവരും ഡ്രോണുകൾ വഴിയൊക്കെ ഇപ്പോൾ ആക്രമണം നടത്തുന്നത് വളരെ കൂടുതലാണ്. അത് വഴി വിവരങ്ങൾ ശേഖരിക്കാനും ഒക്കെ പറ്റുമല്ലോ. അവിടെയാണ് ഈ ആകാശിന്റെ ഒരു പ്രാധാന്യം കൂടുന്നത്. ഇത് ഏതു തരത്തിലുള്ള ആകാശത്തിലുള്ള വ്യോമ പ്രതിരോധത്തെയും നേരിടാൻ സജ്ജമാണ്. നമ്മുടെ ആകാശമാർഗ്ഗം എന്തെല്ലാം സംഗതികൾ നടക്കുന്നു എന്നുള്ളത് കൃത്യമായ ഡേറ്റാസ് വരികയായിരിക്കും. അപ്പോൾ ഇത് തീർത്തും ഈ പറയുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിട്ട് ഈ സംഘർഷത്തിനിടെ എല്ലാ ആക്രമണങ്ങളെയും തടയുകയും നിർവീര്യമാക്കുകയും ഒക്കെ ചെയ്തതിൽ കൂടുതൽ പങ്ക്, പൂർണ്ണമായിട്ടുള്ള പങ്കും പോകുന്നത് ആകാശ് തിറിനാണ്. ഈ ആകാശ് തിർ എന്നുള്ളത് നമ്മൾ ഇന്ത്യക്കാർ പോലും ഇപ്പോഴാണ് സജീവമായിട്ട് അത് കേട്ട് തുടങ്ങുന്നത്. നമ്മുടെ ഈ സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ടെന്ന് ഈ യുദ്ധം വന്നപ്പോഴല്ലേ നമ്മൾ അറിയുന്നത്. ഈ ബ്രഹ്മോസിന് പോലും ഇത്രയും വലിയ പ്രാധാന്യം ഉണ്ടെന്ന കാര്യം നമ്മൾ തന്നെ ഇപ്പോഴല്ലേ അറിയുന്നത്. അതെ, ബ്രഹ്മോസ് അവരുടെ ഉൽപാദനം ഇപ്പൊ തിരുവനന്തപുരത്ത് പോലും ഉണ്ട്. തിരുവനന്തപുരത്താണ്. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ കടന്നു പോകുന്ന വഴിയിലാണ് ഈ ബ്രഹ്മോസ്. ഞങ്ങൾ വളരെ നിസ്സാരമായി പറഞ്ഞിട്ടുണ്ട്, ഒരു വിലയും ഉണ്ടായിരുന്നില്ല. ഇവിടെ ബ്രഹ്മോസിന്റെ അതുവഴിയാണ് പോകുന്നത്. നമ്മൾ സത്യമാണ് വളരെ നിസ്സാരമായിട്ടൊക്കെ പറയും. നിസ്സാരമായിട്ട് പറയും. എന്താണ് എന്നുള്ളത് ഇപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. അതിനടുത്ത് കിടക്കുന്ന ആളുകൾ ഞങ്ങൾ പോലും മനസ്സിലാക്കുന്ന വിലയറിഞ്ഞിരുന്നില്ല. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് ഈ പറയുന്ന. ഞാൻ രണ്ടാമത്തെ തവണയാണ് പറയുന്നത്. അതെ, ഇത് നമ്മുടെ, അതായത് ആകാശ് തിർ എന്ന് പറയുന്നത് നമ്മുടെ സൈലന്റ് പോരാളിയാണ്. അതെ, ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആകാശ് തിറിന്റെ പരീക്ഷണത്താൽ ഇന്ത്യയുടെ വ്യോമാതിർത്തി അത്ര പെട്ടെന്ന് ഭേദിക്കാനാവാത്തതാണ് എന്ന് ഇന്ത്യ അതിർത്തിയിലെ തന്റെ എതിരാളികൾക്ക് വ്യക്തമായ സന്ദേശമാണ് നൽകിയത്. അങ്ങനെ അങ്ങ് ആകാശത്ത് കയറാനൊന്നും പറ്റൂല. കയറിയാൽ തന്നെ അപ്പോഴും ഇവിടെ താഴെ നമ്മൾ എന്നാലും വിജിലന്റ് ആയിരിക്കണം എന്നുള്ളത് തന്നെയാണ്. അടിച്ചിടുക എന്ന് പറയുമ്പോഴും നമ്മൾ വിജിലന്റ് ആയിരിക്കേണ്ടതിന്റെ ആവശ്യകത കൂടിയുണ്ട്. തീർച്ചയായിട്ടും നമ്മൾക്ക് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് എന്ന് പറയുമ്പോഴും ഇങ്ങനെ പറയുന്നുണ്ട്, ആഗോള നേതാവ് എന്നാ പറയുന്നത്. ഇത്തരത്തിലുള്ള സംവിധാനത്തിൽ ഇന്ത്യയുടെ ആഗോള നേതാവാണത്. അതെ, ഇത്തരത്തിലൊരു വ്യോമ പ്രതിരോധ സംവിധാനം ഉള്ളത് എൻ്റെ അറിവിൽ ഇസ്രയേലിന് മാത്രമാണ്. ഇസ്രയേലിന്റെ അയൺ ഡോം ആണ് ഉള്ളത്. മറ്റ് ഒരു അപ്പൊ ഈ അയൺ ഡോം കണക്കിനുള്ള സംവിധാനങ്ങളൊക്കെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കം നടത്തുന്നുണ്ടായിരുന്നു. അപ്പൊ ആ നീക്കം നടത്തുന്നതിനിടയിലാണ് നമുക്ക് ഇത്തരത്തിലൊരു സംവിധാനം നമ്മൾ തന്നെ വികസിപ്പിച്ചെടുത്തതാണ്. അതെ, ഇത് പൂർണ്ണമായിട്ടും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത. പിന്നെ മറ്റൊന്നുകൂടെ, പാകിസ്ഥാനെ ഞെട്ടിച്ചിട്ടുണ്ട് ഈ സൈലന്റ് പോരാളി. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ പാകിസ്ഥാൻ അവർ ഇറക്കുമതി ചെയ്ത HQ-9, HQ-16 എന്നീ സംവിധാനങ്ങളെ ആശ്രയിച്ചപ്പോൾ ഇത് ഇന്ത്യൻ ആക്രമണങ്ങൾ കണ്ടെത്താനും തടയാനും പരാജയപ്പെടുകയായിരുന്നു. പഹൽഗാം ഭീകര ആക്രമണത്തിന് ശേഷം ഇന്ത്യയുടെ പ്രത്യാക്രമണം പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് പരമ്പരാഗത രീതിയിലായിരിക്കുമെന്നാണ് അവർ കരുതിയത്. ഇപ്പോൾ പ്രീത പറഞ്ഞ പോലെ ഇസ്രയേലിന്റെ അയൺ ഡോം പോലെയൊക്കെ ചെന്ന് കയറുമെന്ന് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതായത് ഇനി ഇപ്പൊ പാകിസ്ഥാനിലെ ഒരു ഉൾഭയം എന്ന് പറയുന്നത് ഇതെല്ലാം ചേർന്നതിന്റെ ആകത്തുകയായിരിക്കും. ബ്രഹ്മോസ് അങ്ങനെയുള്ള എല്ലാ സംവിധാനങ്ങളും ഇന്ത്യക്കുണ്ട്. അതായത് ഇന്ത്യയുടെ ആയുധപ്പുര അത്രത്തോളം ശക്തമാണ്. ഇന്ത്യയിലേക്ക് ചുമ്മാ ഒരു ദിവസം പെട്ടെന്ന് കടന്നു കയറാൻ പറ്റില്ല. അതായത് ഈ പറയുന്ന സംവിധാനം ആകാശ് തിർ ഉള്ളത് കൊണ്ട് ഇനി വ്യോമയാനമായിട്ടുള്ള, അതായത് ആകാശം വഴി പരിപാടികളും നടക്കില്ല. സെൻസർ ചെയ്ത് ഇന്ത്യക്ക് വിവരം തരിക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെ തിരിച്ചടി പെട്ടെന്നായിരിക്കും, അതിനെ നശിപ്പിക്കാനും കഴിയും. അപ്പോൾ ഈ ആകാശ് തിർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അയൺ ഡോം തന്നെയാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം.